ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. കണ്ണൻ്റെ വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൃന്ദാവനം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ തൻ്റെ ലീലകളാടിയ ആ ഒരു പുണ്യഭൂമി. ചെടികളും മൃഗങ്ങളും ഗോപസ്ത്രീകളും പ്രജവാസികളെല്ലാം തന്നെ, ഗോപാലകന്മാരും എല്ലാം തന്നെ ഭഗവാന്റെ ആ ഒരു മുരളീനാദത്തിൽ തന്നെ മറന്ന് ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ ലയിച്ച, തന്നെ തന്നെ ഭഗവാന് സമർപ്പിച്ച എല്ലാ ഭക്തന്മാരും ഒരു കൊടിയായെങ്കിലും പിറക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുണ്യഭൂമിയാണ് വൃന്ദാവനം. ഇന്നും വൃന്ദാവനത്തിൽ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒന്ന് പോകണമെന്നുള്ളത്. അപ്പോൾ അവിടെ താമസിക്കുന്നവർക്കും എല്ലാ വ്രജവാസികൾക്കും ഇന്നും ഭഗവാൻ അനുഭവവേദ്യമാകുന്നുണ്ട് പല രീതികളിൽ. അത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അവർ ഭഗവാൻ ഇന്നും ഭഗവാന്റെ കൂടെ തന്നെ, അവരുടെ കൂടെ തന്നെ ഭഗവാൻ വസിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അവർക്കത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ ഒരുപാട് അനുഭവങ്ങളും ആ വൃന്ദാവനവാസികൾക്ക് നൽകുന്നുമുണ്ട്. വൃന്ദാവനത്തിൻ്റെ മഹത്വം പറഞ്ഞാലും തീരാത്തതാണ്. അപ്പോൾ വൃന്ദാവനത്തിൽ ഒരു സ്ഥലത്ത് നടന്ന ഒരു സംഭവ കഥയാണ് ഇത്. വൃന്ദാവനത്തിൽ ജാഡു മണ്ഡലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ജാഡു എന്നാൽ ചൂല്. ജാഡു എന്ന ഹിന്ദി വാക്കിൻ്റെ മലയാളം ചൂലെന്നാണ്. ജാഡു മണ്ഡലം എന്നാൽ ചൂല് കൊണ്ട് എപ്പോഴും അടിച്ച് വൃത്തിയാക്കിയിടുന്ന സ്ഥലം. അപ്പോൾ അവിടെ നടന്നൊരു സംഭവ കഥ ഈ കലിയുഗത്തിൽ തന്നെ നടന്നതാണ്. അപ്പോൾ ജാഡു മണ്ഡലത്തിൽ നമ്മുടെ ജീവ ഗോസ്വാമി അവിടെ വൃന്ദാവനത്തിൽ താമസിച്ചിരുന്ന കാലം അവിടെയുള്ള കുട്ടികൾക്കും അവിടെയുള്ള ആളുകൾക്കും എല്ലാം ഭാഗവതത്തിൻ്റെ ക്ലാസ്സുകൾ, ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഭാഗവതത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയമായിരുന്നു. ആ ക്ലാസ്സുകൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കും. ആ സമയത്ത് തന്നെ അവിടെയുള്ള ആളുകൾ, ബ്രജവാസികളും കുട്ടികളും എല്ലാം ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ട് അവിടെ എത്തുമായിരുന്നു. അങ്ങനെ ഈ ഒരു ദിനചര്യ തുടർന്നുകൊണ്ടിരുന്നു നമ്മുടെ ജീവ ഗോസ്വാമി. അപ്പോൾ അവിടെ തന്നെ അപ്പറെ ആ ഒരു ജാഡു മണ്ഡലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു മുത്തശ്ശി, ആരുമില്ലാത്ത ഒരു പ്രായമായ മുത്തശ്ശി ജീവിച്ചിരുന്നു. മുത്തശ്ശിക്ക് ആരുമില്ലായിരുന്നു. മുത്തശ്ശി തൻ്റെ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത് ഗോതമ്പ് പൊടിയാക്കി കൊടുക്കുന്ന ആ ഒരു ജോലി കൊണ്ടാണ്. അപ്പം മുത്തശ്ശിക്കും കേൾക്കാം, ജീവ ഗോസ്വാമി പറയുന്ന കഥ മുത്തശ്ശിക്കും കേൾക്കാൻ സാധിക്കും. മുത്തശ്ശി അത് കേൾക്കുമ്പോൾ തന്നെ തൻ്റെ ജോലി ചെയ്യുമ്പോൾ തനിക്ക് ആ കഥ അവിടെ പോയിരുന്ന് കേൾക്കാനായിട്ടുള്ള ഒരു അവസരമില്ല. തനിക്ക് ജോലി ചെയ്യണം. അവിടെ ഇരുന്ന് തൻ്റെ അന്നത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആ മുത്തശ്ശി ജോലി ചെയ്തിരുന്ന സമയത്ത് തന്നെ ആ തിരികല്ലിലിരുന്ന ഗോതമ്പ് ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഭഗവാന്റെ കഥ ഈ ജീവഗോസ്വാമി പറയുന്നത് മുത്തശ്ശി കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ജീവഗോസ്വാമി ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ വർണ്ണിക്കും. ഭഗവാന്റെ ഓരോ ലീലകൾ, ദാമോദര ലീല, ഗോവർദ്ധന ഉദ്ധാരണം, ഗോപികമാരുടെ വസ്ത്രാപഹരണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ, മധുരയിൽ ചെന്നിട്ടുള്ള ഭഗവാന്റെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കും. മുത്തശ്ശി ഇതെല്ലാം കേട്ടാണ് എന്ത് ചെയ്യുന്നത്, തൻ്റെ ജോലി ചെയ്യുന്നത്. അപ്പോഴേക്കും ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശി ഭക്തിയോടുകൂടിയാണ് ജോലി ചെയ്യുമ്പോൾ ഒരു അല്പം പോലും ക്ഷീണം മുത്തശ്ശിക്ക് തോന്നാറില്ല. കാരണം അത്രത്തോളം ഭക്തിയോടുകൂടി അതിൽ മുഴുകിയാണ് മുത്തശ്ശി തൻ്റെ ജോലി അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് മുത്തശ്ശി ജീവിച്ചിരുന്നത്. മുത്തശ്ശിക്ക് അതൊരു ജോലി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല. അത് ശാരീരിക അസ്വസ്ഥതകളൊന്നുമില്ല. അങ്ങനെ മുത്തശ്ശി തൻ്റെ ജോലിയും ചെയ്യും, ഈ കഥയും കേൾക്കും. അങ്ങനെ ജീവിക്കുകയായിരുന്നു. ജീവ ഗോസ്വാമി കഥ പറയുന്നതെന്ന് വെച്ചാൽ കേൾക്കുന്നവരെല്ലാം ആനന്ദത്തോടു കൂടി നൃത്തം വെക്കും. അതായത് ഭഗവാനെ ഒരു അറിയുകയാണ്. കേൾക്കുന്നവരുടെ അവർക്കത് അനുഭവവേദ്യമാവുകയാണ്, സന്തോഷം ഉണ്ടാവുകയാണ്, അവരുടെ ദുഃഖം എല്ലാം മറക്കുകയാണ്. അതേ കാര്യം തന്നെയാണ് നമ്മുടെ മുത്തശ്ശിക്ക് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ മുത്തശ്ശി മിക്കവാറും ഈ ജോലി ചെയ്തുകൊണ്ടാണല്ലോ ഈ കഥ കേൾക്കുന്നത്. അപ്പോൾ മിക്കവാറും ഈ ജീവ ഗോസ്വാമികൾക്കും കഥ കേൾക്കാൻ വന്നിരിക്കുന്ന മറ്റുള്ളവർക്ക് ഈ മുത്തശ്ശിയുടെ ആ ഒരു തിരികലിൻ്റെ ശബ്ദം ഒരു ശല്യമായി തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും അവരത് ശ്രദ്ധിച്ചില്ല, അവരത് വലിയ കാര്യമാക്കി എടുത്തിട്ടൊന്നുമില്ലായിരുന്നു. അപ്പം കുറച്ച് അതിങ്ങനെ മുത്തശ്ശി നിർത്തുന്നില്ല. അതായത് താൻ നല്ല മാധുര്യ ഭക്തിയോടുകൂടി ഭഗവാന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ശബ്ദം, ആ തിരികലിൻ്റെ ശബ്ദം കാണാൻ ഒരു ഭക്തി കുറയുന്നത് പോലെ ജീവ ഗോസ്വാമിക്കും അവിടെ കേൾക്കാൻ വരുന്നവർക്കും എല്ലാം തോന്നിയിരുന്നു. അപ്പോൾ അവർക്കത് മുത്തശ്ശിയോട് പറയാനൊരു ധൈര്യക്കുറവ്, അത് മുത്തശ്ശിയോട് പറയുന്നില്ല എന്ന് കരുതി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുത്തശ്ശി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഗോതമ്പൊക്കെ ഇട്ട് ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു പിഞ്ച് ബാലൻ അവിടെ എത്തിയിട്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? മുത്തശ്ശി അവിടെ കഥ പറയുന്ന സമയത്ത് മുത്തശ്ശി ഇങ്ങനെ ഈ കല്ലിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരുന്നാൽ അവിടെ കഥ കേൾക്കാൻ വരുന്നവർക്ക് കഥ കേൾക്കാൻ സാധിക്കുന്നില്ല, അവർക്കത് ഭക്തിയോടുകൂടി അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല മുത്തശ്ശി എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശിക്ക് എന്ന് പറഞ്ഞാൽ കണ്ണ് കാണില്ല, പ്രായമാണ്, വലിയ കാഴ്ചയൊന്നുമില്ല.
അപ്പോൾ ബാലൻ വന്ന ഉടനെ മുത്തശ്ശി ഒന്ന് ഇങ്ങനെ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായി ഒരു കുഞ്ഞു കുട്ടിയാണ്, ഒരു ഉണ്ണിയാണ്, ഭഗവാന്റെ ഉണ്ണിക്കണ്ണനെ പോലെ തന്നെ ഒരു കുട്ടിയാണെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. അപ്പോൾ കുട്ടി വന്ന് കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ കുട്ടി എന്ന് പറയുകയാണ്, മുത്തശ്ശി ജോലി ചെയ്യുന്ന കാരണം എനിക്ക് അവിടെ ഉള്ളവർക്കൊന്നും ഈ കഥ കേൾക്കാനോ അത് മനസ്സിലാക്കാനോ ആ ഒരു ഭക്തിയിൽ ലയിക്കാനോ ഒന്നും സാധിക്കുന്നില്ലല്ലോ മുത്തശ്ശി എന്ന് പറയുകയാണ്. അതുകൊണ്ട് മുത്തശ്ശി അങ്ങനെ ചെയ്യേണ്ട, കഥ പറയുന്ന സമയത്ത് എന്തിനാ വെറുതെ ജോലി ചെയ്യേണ്ട, മുത്തശ്ശിയും കഥ കേൾക്കുമെന്ന് ആ കുട്ടി പറയുകയാണ്. എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്ത് മുത്തശ്ശിയുടെ മടിയിൽ കയറി ഇരുന്നിട്ട് മുത്തശ്ശിക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ്. ഉമ്മ കൊടുത്ത് അപ്പോൾ എന്തോ ഒരു അപ്പോഴേക്കും മുത്തശ്ശി ആ ഒരു സച്ചിദാനന്ദ സ്വരൂപത്തിലേക്ക് ലയിച്ചതുപോലെ മുത്തശ്ശിക്ക് തോന്നുകയാണ്. അതായത് അത്രയും ഭക്തി ഭഗവാൻ നമ്മളെടുത്ത് വന്നാൽ അതൊരു സച്ചിദാനന്ദമാണ്. നമുക്ക് പിന്നെ എന്താണെന്നറിയില്ല, ഒരു പരമാനന്ദം എന്ന വാക്ക് സാർത്ഥകമാകുന്നതിന് അപ്പോഴാണ്. മുത്തശ്ശി ആ ഒരു തലത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ മുത്തശ്ശി പോലും അറിയാതെ മുത്തശ്ശിയുടെ കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായിട്ട് ഒഴുകുകയാണ്. അങ്ങനെ മുത്തശ്ശി ആ ഒരു മായയാണോ എന്തോ അതിൽ മുഴുകി കരയുകയാണ്. സന്തോഷം ആനന്ദത്തോടു കൂടി കരയുകയാണ് മുത്തശ്ശി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരമായിട്ട് അവിടുത്തെ ശബ്ദമൊന്നും കേൾക്കാത്തത് കാരണം അവിടെ കഥ കേൾക്കാൻ വന്നവരെല്ലാം മുത്തശ്ശിയുടെ ഇടയ്ക്ക് ചെന്ന് നോക്കിയപ്പോൾ മുത്തശ്ശി ഭയങ്കരമായിട്ട് കരയുകയാണ്. എല്ലാവരും ചോദിച്ചു, എന്താ മുത്തശ്ശിയെ കരയുന്നത്, എന്താ പ്രശ്നം, ഇത്ര നേരം ജോലി ചെയ്തുകൊണ്ടിരുന്നാലും പെട്ടെന്ന് തന്നെ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് മുത്തശ്ശി പറയുന്നത്, ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് കഥ കേൾക്കണം, അവിടെ കഥ കേൾക്കാൻ വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, മുത്തശ്ശി ജോലി ചെയ്യുന്നത് ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് അവർക്ക് ശല്യമായിട്ട് അത് ചെയ്യരുത്, കഥ കേൾക്കുന്ന സമയത്ത് ഈ ജോലി ചെയ്യണ്ട, തിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ കവിളിൽ വന്ന് എനിക്ക് ഉമ്മയും നൽകി. അപ്പം തൊട്ട് എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, സന്തോഷം കൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറയുകയാണ്. അപ്പോഴാണ് ഏത് കുട്ടിയാണ്, അങ്ങനെ ഒരു കുട്ടി ഇവിടെ ഇല്ലല്ലോ. അപ്പോഴാണ് അവിടെ നിന്ന് ഒരാൾ ആ തിരികല്ലിലേക്ക് സൂക്ഷിച്ച് നോക്കിയപ്പം അവിടെ എന്ത് കണ്ടു, 2 കുഞ്ഞു പാദങ്ങൾ, ആ കല്ലിൽ 2 കുഞ്ഞു പാദങ്ങൾ. അവിടെ അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൽ ഭഗവാന്റെ കാൽപാദത്തിലുള്ള ചിഹ്നങ്ങളും അതിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആരാണ് വന്നത്, ഭഗവാനാണ് വന്നത്. ഭഗവാൻ വന്ന് പറയുകയാണ്. അപ്പം കണ്ട ആൾ മുത്തശ്ശിയോട് പറയുകയാണ്, മുത്തശ്ശി വന്നത് ആരാന്ന് വെച്ചാൽ ഇത്രയും നേരം അങ്ങ് അമ്മ കഥ കേട്ട് ആ വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി ജോലിയൊക്കെ ചെയ്തില്ലേ, ആരുടെ കഥ കേട്ടുകൊണ്ടാണ് അമ്മ ജോലി ചെയ്തത്, ആ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് വന്നിരിക്കുന്നത്, അമ്മയുടെ വന്നത്. ഇത്രയും നാളും അവിടെ പോയിരുന്ന കഥ കേട്ടിട്ട് ഞങ്ങൾക്ക് പോലും ഉണ്ണിക്കണ്ണനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ. മുത്തശ്ശി ഇവിടെ ഇരിക്കുകയാണ്, മുത്തശ്ശി അവിടെ പോലും വരുന്നില്ല കഥ കേൾക്കാൻ, ഇവിടെ ഇരുന്ന് തന്നെ കർമ്മം ചെയ്തുകൊണ്ടാണ് മുത്തശ്ശി കഥ കേൾക്കുന്നത്. അതും സന്തോഷത്തോടു കൂടി ഭക്തിയിൽ ലയിച്ച് തൻ്റെ കർമ്മം ചെയ്യുകയാണ് ഭഗവാന് വേണ്ടി. ആ മുത്തശ്ശിക്കാണ് ആ ഒരു ഭാഗ്യം സിദ്ധിച്ചത്. പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവം വൃന്ദാവനത്തിൽ നമ്മൾ വ്രജഭൂമി എന്നും പറയുമല്ലോ, വ്രജത്തിലെല്ലാം അത് പടരുകയാണ്. ആ മുത്തശ്ശിയുടെ പ്രശസ്തി, അത് മുത്തശ്ശിയുടെ ഭക്തി കൊണ്ടാണ് ഭഗവാൻ വന്നത്, മറ്റാർക്കും ലഭിക്കാത്ത ഭാഗ്യം. മുത്തശ്ശിയുടെ ആ ഒരു പ്രശസ്തി എല്ലായിടത്തും എത്തുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ മുത്തശ്ശിക്ക് പിന്നെ ഒരിക്കലും ആ ജോലി, ആ തിരികല്ലിട്ട് ആ ഗോതമ്പ് പൊടിക്കേണ്ട ആ ഒരു ജോലി ചെയ്യേണ്ടി വന്നേ ഇല്ലെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, കാരണം അവിടെ മുത്തശ്ശിയുടെ ഒരു മഹത്വം പറഞ്ഞ മുത്തശ്ശിയെ കാണാൻ ഒരുപാട് പേര് വന്നു. അവരെല്ലാവരും മുത്തശ്ശിക്ക് ഓരോ തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാനായി ഇനി എന്താണ് തനിക്ക് ആവശ്യം അതെല്ലാം ആ മുത്തശ്ശിക്ക് നൽകി. മുത്തശ്ശിക്ക് പിന്നെ ഒരു രീതിയിലും അധ്വാനിക്കേണ്ടി വന്നില്ല. പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ സ്വയം സമർപ്പിതയായി ജീവിക്കാൻ ആ മുത്തശ്ശിക്ക് സാധിച്ചു. അപ്പം നമ്മൾ എന്ത് കേട്ടാലും ഭഗവാനെക്കുറിച്ചുള്ള എന്ത് ലീലകളാണെങ്കിലും കഥകൾ കേട്ടാലും അതെല്ലാം ഭക്തിയോടുകൂടി ഉൾക്കൊള്ളാനും അതിൽ ഭഗവാനെ കാണാനും സ്വയം സമർപ്പിക്കാനും അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിലാണ് കാര്യം. അപ്പോൾ വൃന്ദാവനത്തിൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഭഗവാന്റെ ലീലകൾ നടന്ന ഒരുപാട് സ്ഥലങ്ങൾ ഭാഗവതത്തിൽ പരാമർശിക്കുന്ന സ്ഥലങ്ങളുണ്ട്, പരാമർശിക്കപ്പെടാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ ഭഗവാന്റെ പല ലീലകൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴും ആ വ്രജഭൂമിയിൽ ഭഗവാന്റെ ചെറിയ ചെറിയ ലീലകൾ വ്രജവാസികൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പവിത്രമായ ഭൂമിയാണ് വൃന്ദാവനം. അപ്പോൾ വ്രജഭൂമിയും ഭഗവാന്റെ കഥകളും എല്ലാം നമുക്ക് അനുഭവവേദ്യമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനോട് ഭക്തി ഉണ്ടാവണം, പ്രേമഭക്തി ഉണ്ടാവണം. എന്നാൽ മാത്രമേ അതിന് സാധിക്കൂ. ഇപ്പോൾ ഒരു ചോദ്യം വരും, ദൈവം എല്ലായിടത്തും ഇല്ലേ? അപ്പോൾ വൃന്ദാവനത്തിൽ മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, വൃന്ദാവനം ഒരു അനുഭവ ഭൂമിയാണ്. ആ അനുഭവ ഭൂമി നമുക്ക് അനുഭവവേദ്യമാകണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രേമഭക്തി തന്നെ ഉണ്ടാവണം.
ഒരു പൊടി പിടിച്ച കണ്ണാടി നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ മുഖം നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. ഇനി നമ്മൾ ആ പൊടി നമ്മുടെ കൈ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും കൊണ്ട് ആ പൊടി മാറ്റിയ ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ എന്തും കണ്ണാടിയിലൂടെ നമുക്ക് പ്രതിഫലിച്ച് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ മൂടിക്കിടക്കുന്ന ആ ഒരു മായയുണ്ടല്ലോ, ആ മായയെ പ്രേമഭക്തി കൊണ്ട് തന്നെ, അത് കലി ബാധിച്ച മനസ്സിനെ പ്രേമഭക്തി കൊണ്ട് തന്നെ നമ്മൾ തുടച്ചു നീക്കിയാൽ മാത്രമേ നമുക്ക് അതിലുള്ള പരമാത്മാ തത്വത്തെ അല്ലെങ്കിൽ പരമാത്മാവിനെ, ഭഗവാനെ അറിയാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം. സദാ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ മന്ത്രം ജപിച്ച് നമ്മുടെ ജീവിതത്തിലെ ക്ഷമയും അതുപോലുള്ള മറ്റ് ഭഗവാനോടുള്ള സ്നേഹവും ത്യാഗവും സമർപ്പണ ബോധവും മറ്റുള്ളവരോടുള്ള സ്നേഹം, മറ്റുള്ളവരെ സഹായിക്കുക, അവരോടുള്ള സഹതാപം എല്ലാം നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കുന്നതെന്ന് തന്നെയാണ്. അങ്ങനെ ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.